സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി പട്ടിക അന്തിമഘട്ടത്തിലേക്ക്. പ്രഖ്യാപനം തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് സൂചന. UDFനെ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. ജില്ലാ നേതൃത്വത്തിന്റെ അംഗീകാരം ലഭിച്ചാലുടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. മുതിർന്ന നേതാവ് MP ജാക്സനെ അടക്കം രംഗത്തിറക്കിയാണ് നഗരസഭാ ഭരണം നിലനിർത്താനുള്ള UDF നീക്കം. മുൻ മുനിസിപ്പൽ ചെയർമാൻമാരും നിലവിലെ കൗൺസിലർമാരും ജനവിധി തേടുമ്പോൾ തന്നെ പുതുമുഖങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. മത്സര രംഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ചിലർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല. മുന്നണി സംവിധാനത്തിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച 2 സീറ്റുകളിൽ ഇക്കുറിയും കേരള കോൺഗ്രസ് മത്സരിക്കും. വാർഡ് പുനർനിർണയത്തിൽ കൂടിയതടക്കം 43 സീറ്റുകളിൽ 41 സീറ്റുകളിലായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുക. 15 വർഷത്തിന് ശേഷമാണ് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ സ്ഥാനം ജനറൽ വിഭാഗത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി നിർണയം ഏറെ ക്ലേശകരമാകുമെന്ന പ്രചരണത്തിനിടയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറെ വേഗതയിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. കാര്യമായ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.